പേരാമ്പ്ര ടൗണിൻ്റെ ഒത്ത നടുക്ക് ഇതുപോലെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലത്തിരിക്കുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പേരാമ്പ്ര എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് വളരെ എന്താണ് ഒരു ടൗൺ തന്നെ, തിരക്ക് പിടിച്ച അത്യാവശ്യം ഭയങ്കര തിരക്കിൽ വാഹനങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇവിടെ വന്നപ്പം ഒത്ത നടുക്ക് ഇത്തരം ഒരു അമ്പലക്കുളത്തിൻ്റെ അന്തരീക്ഷം, ഒരു ആൽമരത്തിൻ്റെ തണലിലൊക്കെ ഇരിക്കും. ഇവിടെ വെറുതെ ഇരിക്കുക എന്നുള്ളതും ഈ കാറ്റ് കൊള്ളുക എന്നുള്ളതൊക്കെ തന്നെ വളരെ മനസ്സിന് സുഖമുള്ള കാര്യമാണ്. അത് നമ്മളിപ്പോൾ എന്തിനാ വന്നത് പേരാമ്പ്ര, അത് അവരോട് പറയണ്ട അല്ലേ? അത് സൈലത്തിൻ്റെ പേരാമ്പ്രയിലെ ട്യൂഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും എത്തിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് പറയാമെന്ന് തോന്നുന്നു പേരാമ്പ്രയിലെ ട്യൂഷൻ സെൻ്ററിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ സൈലം ട്യൂഷൻ സെൻ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം പേരാമ്പ്ര ടൗണിൻ്റെ ഒത്ത നടുക്കന്നെയാണ് നമ്മുടെ സെൻറ്റർ വരുന്നത്. അതായത് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ കുട്ടികൾക്ക് പേരാമ്പ്രയുടെ സമീപ പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു അകലത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ആക്സസിബിളായിട്ടാണ് സൈലം ഏറ്റവും ബെസ്റ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് അധികം സംസാരിക്കാതെ മെല്ലെ അങ്ങോട്ട് സൈലത്തിലേക്ക് ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നേരിട്ട് ചെന്നറിയാം. ഹലോ ഡിയേഴ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് സൈലത്തിൻ്റെ പേരാമ്പ്രയിലെ ട്യൂഷൻ സെൻ്ററിലാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട വിഷ്ണുമായ മിസ്സാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. മിസ്സ് പേരാമ്പ്രയിലെ മുഴുവൻ സമയ ഫാക്കൽറ്റിയാണ്. അപ്പം നമുക്ക് മിസ്സിനോട് ചോദിച്ച് തന്നെ അറിയാം പേരാമ്പ്രയിലെ സൈലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പം മിസ്സേ, സൈലത്തിൻ്റെ ട്യൂഷൻ സെൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാകും. സൈലത്തിൻ്റെ ഒരു ട്യൂഷൻ സെൻറ്റർ വരുമ്പോൾ ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ്, ഏതൊക്കെ ക്ലാസ്സിനുള്ള ട്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഓൺലൈനിലുള്ളതുപോലെ തന്നെ ഇവിടെ 10ാം ക്ലാസ്സിൻ്റെ 2ഓളം ബാച്ചുകളാണ്. ഏകദേശം അഡ്മിഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് ഉണ്ട്, അതേപോലെ തന്നെ +1 +2 3 ബാച്ചുകളാണ് +1 +2ലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും ഏകദേശം ബാച്ചുകളൊക്കെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈലം പോലൊരു പ്ലാറ്റ്ഫോം ഒരു ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്ററായിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കായാലും പാരൻസിലായാലൊക്കെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ നമ്മുടെ അടുത്ത അക്കാദമിക് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. കാരണം നമ്മളുടെ ക്ലാസ് മുറികൾ തന്നെ ഇപ്പോൾ പലപ്പോഴും പല സ്കൂളുകളിലെ കുട്ടികളും നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ വന്നിട്ട് ക്ലാസ് മുറികളൊക്കെ കണ്ടുപോകാറുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള AC ക്ലാസ് റൂമുകളാണ്. ക്ലാസ് റൂമിൻ്റെ ഫെസിലിറ്റി മാത്രമല്ല, അത്ര സൂപ്പറായിട്ടുള്ള ടീച്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ കാണുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള PhD ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ഒരുപാട് ടീച്ചേഴ്സ് നമുക്കിവിടെ സ്വന്തമായിട്ടുണ്ട്. അതേപോലെ ഹോളിഡേ ഈവനിങ് ബാച്ചുകളുണ്ട് നമുക്ക്. അതേപോലെ മെറ്റീരിയൽ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആപ്പിൻ്റെ സൗകര്യം കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സൈലത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ഓൺലൈനിലൊക്കെ കണ്ടിട്ടാണ് കുട്ടി സൈലത്തിലേക്ക് വരുന്നത്. അടുത്ത വർഷം ഇവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന ഒരു അക്കാഡമിക് പ്ലാൻ എന്താണ്? സൈലം ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഈ ഒരു സാധനമാണ് കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഇതിൽ ഒരു വർഷത്തെ മുഴുവൻ ഇപ്പോൾ നമ്മളുടെ ഒരു പാഠം, ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഒരു പാഠമാണെങ്കിൽ അത് ഏത് മാസം നടക്കും, അതിൻ്റെ എക്സാം എപ്പോൾ നടക്കുന്നു വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പാഠം ഏത് മാസം നടക്കും, അതിൻ്റെ എക്സാം എപ്പോൾ നടക്കും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതത് സമയത്ത് തന്നെ മീറ്റിങ്ങിലൂടെ പാരൻസിനെയും കൂടെ നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ +2 ആയാലും +1 ആയാലും ഇവിടെയൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ പാരൻസ് ആണ്. അവർ വളരെ കൺസേൺഡ് ആയിരിക്കും. സോ എങ്ങനെയാണ് ഈ പാരൻസിനെ കുട്ടികളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? തീർച്ചയായും നമ്മളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ടീച്ചേഴ്സ് മാത്രം അതിൽ മുൻകൈ എടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ടീച്ചർ, കുട്ടി, പാരൻ്റ് എന്ന് പറയുന്ന ആ ഒരു ത്രികോണ ആ ഒരു രീതിയിലുള്ള തന്നെയാണ് നമ്മൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ മാസവുമാണ് നമ്മളൊരു പാരൻസ് മീറ്റിംഗ് വെച്ച് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, ഇനി അവർക്ക് എന്തൊക്കെയാണ് സജഷൻസ് ഉള്ളത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സൈലത്തിൻ്റെ ട്യൂഷൻ സെൻറ്ററിലേക്ക് ഒരു കുട്ടി വരുമ്പോൾ കുട്ടിക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം സൈലം ആയതുകൊണ്ട് തന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് വരാൻ പോകുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നേരിടാൻ പറ്റുമെന്നും നീറ്റ് JEE പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അത്തരം ഒരു എക്സ്പെക്റ്റേഷനായിട്ട് വരുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അവർക്ക് നമ്മൾ കരുതി വെച്ച ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അവർക്ക് അത്രയും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് 1-2 മണിക്കൂർ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രം അവൈലബിൾ ആവുന്ന ടീച്ചേഴ്സാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫുൾ ടൈം ടീച്ചേഴ്സ് എന്താണ് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. ഇവിടെ തന്നെ പേരാമ്പ്രയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷം ഒരു കുട്ടി JEEലേക്ക് നേരിട്ട് അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയുണ്ട്, നേരിട്ട് +2 കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ സൈലം ഇവിടെ ഒരുക്കുന്നുണ്ട്. SSLCയിലും +1 +2 ഈ ക്ലാസ്സുകളിലേക്കാണല്ലോ ഇപ്പോൾ നമ്മൾ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന പല ക്ലാസ്സുകളിലും
സീറ്റുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് വന്ന് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു കുട്ടി ജോയിൻ ചെയ്യണമെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണോ, അല്ലെങ്കിൽ സാവധാനത്തിൽ വന്ന് ചെയ്താൽ മതി, എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ നമുക്കറിയാം സൈലം പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എത്രത്തോളം കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് തന്നെ വളരെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ കുട്ടികൾ വന്നിട്ട് അഡ്മിഷൻ ചോദിക്കുകയും നേരത്തെ തന്നെ അവർ സീറ്റ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഏത് ക്ലാസ്സിലേക്കാണോ ആവശ്യമുള്ളത് അതായത് ക്ലാസ്സുകൾ നേരത്തെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടാവുക സൈലത്തിൽ ക്ലാസ് എപ്പോഴാണ് ആരംഭിക്കുക. അപ്പോൾ SSLC കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് +1 ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ ആയിരിക്കും കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അപ്പോൾ നമ്മൾ വളരെ നേരത്തെ തന്നെ അതൊക്കെ അതിനനുസരിച്ചാണ് നമ്മൾ ഓൾറെഡി നമ്മളെ ഇയർ പ്ലാനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ SSLCക്ക് നമ്മൾ 4-ാം തീയതിയാണ്, ഏപ്രിൽ 4-ാം തീയതി തുടങ്ങും. അതേപോലെ 3-ാം തീയതി തന്നെ നമ്മൾ +2ൻ്റെ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. അതുപോലെ +1ലേക്ക് ഇപ്പോൾ +1ലേക്ക് നേരിട്ട് 10ാം ക്ലാസ്സിൽ നിന്ന് കടക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 15 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 8-ാം തീയതിയാണ് ആ ബ്രിഡ്ജ് കോഴ്സ് ആരംഭിക്കുന്നത്. വളരെ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതിനുശേഷം 18-ാം തീയതിയാണ് നമ്മൾ +1ൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. +1ലേക്ക് വേറെ പല സെൻറ്ററുകളിലും ക്ലാസ്സിൽ പോയ കുട്ടികളുണ്ടാവും. അവർക്ക് +2 ചിലപ്പോൾ സൈലത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി എങ്ങനെയാണ്, അതായത് ഇവിടെ വന്ന് ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ്, ചേരാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്ന് ഉറപ്പിക്കാനുള്ളൊരു സമയം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് അതിനും പോംവഴികളുണ്ട് എന്നുള്ളതാണ് എൻ്റെ മറുപടി. അതായത് നമ്മളുടെ ടീച്ചേഴ്സിലും ഫാക്കൽറ്റീസിലും നമ്മുടെ മെറ്റീരിയലൊക്കെ നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 10 ദിവസം ക്ലാസ്സിൽ ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കാം. ക്ലാസ്സിൽ ഇരുന്നിട്ട് അവർ ഓക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ ഇത് സൈലത്തിന്റെ പേരാമ്പ്ര സെന്ററിലാണോ അല്ലെങ്കിൽ എല്ലാ സെന്റേഴ്സിലും അങ്ങനെയാണ്. ഈ വീഡിയോ കണ്ട് ഒരു കുട്ടിക്ക് സൈലം പേരാമ്പ്ര ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടായി. എന്താണ് ആ കുട്ടി ചെയ്യേണ്ടത്? എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ? തീർച്ചയായും നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ അവർക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ സെന്ററിൽ വന്നിട്ട് നേരിട്ട് തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. നേരിട്ട് തന്നെ അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.